എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2045 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗനപ്രാർത്ഥന. നന്ദി. ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. ലോകാരോഗ്യ ദിനത്തെ കുറിച്ച് ഒരു പ്രത്യേക പരിപാടിയാണ്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീ ഷാലു രാജനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ. IFPHന്റെ ഡെയിലി വെബിനാറിന്റെ മലയാളം സെഷന്റെ 2045 ദിവസത്തിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് ലോകം മുഴുവൻ ലോകാരോഗ്യ ദിനമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഇന്ന് ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീ SH പഞ്ചാബകേശൻ സാറിനെയാണ്. അദ്ദേഹം മുൻ ജില്ലാ ജഡ്ജും അതുപോലെ തന്നെ KSEBയുടെ പ്രിൻസിപ്പൽ ലീഗൽ അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് IFPHന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആരോഗ്യ പരിപാലനത്തിൽ വിവിധ ശാഖകളുടെ സാധ്യത ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായി വന്നിട്ടുള്ളത് നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ ദുർഗാ പ്രസാദ് സാറാണ്. സാർ കേരള സ്റ്റേറ്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ ദുർഗാ പ്രസാദ് സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് IFPHന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ സോനിഷ് S പ്രഭാകരൻ സാർ. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ IFPHന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഷൈജ് സാർ. അദ്ദേഹം വർക്കല ഗവൺമെന്റ് പ്രകൃതി ചികിത്സാ ആശുപത്രിയിൽ സീനിയർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നെത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ IFPHന്റെ തന്നെ സഹയാത്രികനായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ജോസ് ഐസക് സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർഗനോൺ ഓഫ് മെഡിസിൻ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പ്രകാശനം നടത്തുന്ന ഡോക്ടർ ഷൈല മാഡം, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്ന മനോജ് സാർ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള IFPHന്റെ ഭാരവാഹികൾ, ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി വിദ്യാർത്ഥികൾ, ഹോമിയോപ്പതി ലവേഴ്സ്, എല്ലാവരെയും ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി ശ്രീ ഷാലു രാജൻ. നമുക്കെല്ലാം അറിയാം, ശ്രീ പഞ്ചാബകേശൻ സാർ വളരെ പ്രമുഖനായ വ്യക്തിത്വമാണ്. പത്രങ്ങളിൽ സ്ഥിരമായിട്ട് ലേഖനം എഴുതാറുണ്ട്. എല്ലാ ഞായറാഴ്ചയും കേരളമതി പത്രത്തിൽ വളരെ ചിന്തോദ്ദീപകമായ ലേഖനങ്ങൾ എഴുതുന്ന പഞ്ചാബകേശൻ സാറ് ആണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം. അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ് ശ്രീ പഞ്ചാബകേശൻ സാറ്. സാറിനെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനത്തിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. അർത്ഥവത്തായ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വിവിധ സിസ്റ്റം ഓഫ് മെഡിസിനിലെ ഡോക്ടർമാർ, ഈ പ്രസ്ഥാനത്തിന്റെ മറ്റ് ഓഫീസ് ബെയറേഴ്സ്, ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡമാണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ പ്രിയപ്പെട്ട ഇതിലെ കുട്ടികൾ, പഠിക്കുന്നവര്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹോമിയോപ്പതി എന്ന ഒരു സിസ്റ്റത്തെ പറ്റി അറിവായ കാലം മുതൽ തന്നെ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഇപ്പം പലതുണ്ട്. നമുക്ക് അറിയാം, അലോപ്പതി, മോഡേൺ മെഡിസിൻ, അല്ലെങ്കിൽ ആയുഷ് എന്ന് പറയുന്നതിനകത്ത് കുറെ അധികം സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഉണ്ട്. ഹോമിയോ അതിൽ പെടാതെ പ്രത്യേകം നിൽക്കുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരും മനുഷ്യൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. മനുഷ്യൻ എന്നതിന് തന്നെയാണ് കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നു. ആ നിലയ്ക്കാണ് ഞാൻ ഇതിനെ കാണുന്നത്. സിമിലിയ സിമിലിബസ് കുറന്റ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഹോമിയോ ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ നാൾ മുമ്പ്, ഒരു 2003
ഇപ്പം 10-29 വർഷമായി. ഒരു സർജറിക്കായിട്ട് എറണാകുളത്ത് വെച്ചിട്ട്, എറണാകുളത്ത് ഞാൻ ജോലി ചെയ്യായിരുന്നു. അപ്പം അവിടെ ഒരു അന്നത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലില്, പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലില് ഒരു സർജറിക്കായിട്ട് ഞാൻ പോയി. പേടിച്ചാണ്. വെച്ചാല് ഗാൾ ബ്ലാഡറിന് സ്റ്റോൺ വന്നിട്ട് ഭയങ്കര വയറുവേദനയായി. അപ്പോൾ സർജറി ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. അതിനും 10 വർഷം മുമ്പേ അത് വന്നതാണ്. പിന്നെ കൈമരുന്ന് ചെയ്യുമ്പോഴൊക്കെ ചെയ്തു. ഒടുവിൽ സർജറി തന്നെ വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. സർജറി ഫിക്സ് ചെയ്ത ഡേറ്റിന് തലേ ദിവസം ഒരു ഡോക്ടർ അവിടെ വന്നു. അദ്ദേഹം എറണാകുളത്ത്, കൊച്ചിയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്ത് വന്ന ആയിരുന്നില്ല. അദ്ദേഹം ബോംബെയിൽ നിന്നാണ് ആ ഡോക്ടർ വന്നത്. ഡോക്ടർ രാജേന്ദ്ര സോനാവാല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേര്. അപ്പൊ അദ്ദേഹം വന്നിരുന്നിട്ട് ആകെ ഭയന്നിരിക്കുക ഞാൻ. കാര്യം കീ ഹോൾ സർജറി എന്നൊക്കെ പറഞ്ഞപ്പോഴും അതൊക്കെ അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ വന്നിട്ട് ഇതിന് എങ്ങനെയാവും, വയറിൽ വലിയ സ്കാർ ഉണ്ടാവുമോ, അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ ഭയങ്കര ഭയന്നിരിക്കുക. ഈ ഡോക്ടർ എൻ്റെ അടുത്ത് തലേ ദിവസം വൈകിട്ട് വന്നിട്ട്, സർജറി അടുത്ത ദിവസമാണ്, വന്നിട്ട് അദ്ദേഹം ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ അദ്ദേഹത്തിന് അറിയാവൂ. സംസാരിച്ചു. കുറച്ച് എന്നെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം കളക്ട് ചെയ്യുകയാണ്. എല്ലാം കളക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു നോ ഇഷ്യൂ, ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണെന്നുള്ള മട്ടില് അദ്ദേഹം എനിക്കൊരു വളരെ വളരെ ലൈറ്റാക്കി കൊണ്ടുവരിക. ഞാൻ ഭയക്കേണ്ട ഒരു ടെൻഷന്റെ ആവശ്യമില്ല, ഒന്നും ഉണ്ടാകത്തില്ല, വളരെ സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റില് എന്നെ പറ്റി അദ്ദേഹം പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ലെവൽ എന്താണ് ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, ബേസിക്കലി ഐ ആം എ ഹോമിയോപ്പതിക് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെയാണ് വന്നേക്കുന്നതെങ്കിലും അലോപ്പതിയിലെ ഏറ്റവും നല്ല ഡോക്ടറാണ് അദ്ദേഹം. അതിലൊരു സ്പെഷ്യലിസ്റ്റ് ആണ് കീ ഹോൾ സർജറിയിൽ. അദ്ദേഹം ബേസിക്കായിട്ട് അദ്ദേഹം പഠിച്ചേക്കുന്നത് ഹോമിയോപ്പതിയാണ് എന്നത് പറഞ്ഞത്. ഇനി പെട്ടെന്ന് അത് ഒന്ന് എന്നെ സ്പർശിച്ചു. അദ്ദേഹത്തിന്റെ അപ്രോച്ചും നന്നായിട്ട്. അപ്പം ഈ മാഡം, നമ്മുടെ ഭാഗ്യലക്ഷ്മി മാഡം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ഇത് പറ്റിയ 1-2 കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തപ്പോ എനിക്ക് അത് അന്ന് അദ്ദേഹം പറഞ്ഞ ആ സംഗതിയും ഇപ്പോഴത്തെ എൻ്റെ ഇതില് മനസ്സിലാക്കിയ കാര്യം കൂടെ നോക്കിയപ്പോ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ് ഒരു ഹോമിയോപ്പതിക് പ്രാക്ടീഷണർ പേഷ്യന്റിനെ പഠിക്കുന്നത്. എനിക്കറിയാം, തിരുവനന്തപുരത്ത് വളരെയധികം പേരുള്ള 1-2 ഡോക്ടേഴ്സിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഡോക്ടർ ഭാഗ്യലക്ഷ്മി എന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ. അപ്പൊ ചെന്നപ്പോ ടൈം എടുത്തിട്ടാണ്, മറ്റേ അലോപ്പതി സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ കാഷ്വലായിട്ട് കാണുന്നു, കാഷ്വലായിട്ട് കടന്നു പോകുന്ന ആ സിസ്റ്റം അല്ല. മറിച്ച് നമ്മെ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ടാണ് മെഡിസിൻ എന്താന്ന് വെച്ചാൽ അത് ചെയ്യുന്നത്. ഇപ്പം ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ അടുത്ത് തന്നെ പോയത് എൻ്റെ വൈഫിന് കാർപ്പൽ ടണൽ സിൻഡ്രോം അതായിട്ടാണ് ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാല് കുറച്ച് ക്ഷമ വേണം. ഈ സിസ്റ്റത്തോട് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. ക്ഷമയോടുകൂടി നമ്മൾ കുറച്ചൊന്ന് ഡോക്ടർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കടുത്ത പ്രയോഗമൊന്നും ഇതിനകത്തില്ലല്ലോ, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കുറെ നാൾ മുമ്പ്, ഒരു 10-30 കൊല്ലത്തിന് മുന്നേ എൻ്റെ മകള് ചെറിയ കുട്ടിയായിരുന്നു. അന്ന് 1 വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴത്തേക്ക് ഹോമിയോ മെഡിസിന് നമ്മൾ അന്ന് ചെറിയ പ്രായത്തില് അന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആരൊക്കെ ഉപദേശിച്ചതിന്റെ ബേസിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് തന്നെ. അദ്ദേഹം ഇപ്പം ജീവിച്ചിട്ടില്ല. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹോമിയോ മെഡിസിൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ബ്രദർ ഇപ്പൊ മരിച്ചുപോയി. അപ്പൊ അയാള് വന്നപ്പോ ഗ്രേപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം രാവിലെ കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ബ്രദറുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. വന്നപ്പോ ഇത് കൊടുത്തിട്ട് ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ വോമിറ്റിംഗ് ആരംഭിച്ച് 2-3 പ്രാവശ്യം ആയപ്പോ പിന്നെ ഇനി വെച്ചോണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു, മോഡേൺ മെഡിസിൻ. അപ്പോൾ ഞാൻ പോയപ്പോ ഈ ഗുളികകൾ എടുത്തോണ്ട് പോയി. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ തന്നേക്കുന്ന മെഡിസിൻ കൊടുത്തത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. അതെടുത്ത് നോക്കിയിട്ട് ആ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഒരുപാട് കളിയാക്കി. എന്തൊരു ഭംഗിയുള്ള മുത്താണ്, എന്ത് മാല കോർത്തിടണം, അങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇത് പറഞ്ഞു.
അപ്പൊ ഞാൻ അന്ന് മജിസ്ട്രേറ്റാണ്. അപ്പൊ ഞാൻ ഡോക്ടറാണെന്നുള്ള നിലയിൽ ആ ഒരു റെസ്പെക്റ്റിലായിരിക്കുന്നെങ്കിലും പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പം എനിക്കത് ഒരു ടോളറേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഡോക്ടർ അത് അങ്ങനെ പറയുന്നത് ശരിയാണോ? അങ്ങനെ പറയാൻ യഥാർത്ഥത്തിൽ പാടുണ്ടോ? ഒരു സിസ്റ്റത്തെക്കാൾ മറ്റേതാണ് മെച്ചമെന്നോ അല്ലെങ്കിൽ അതിന്റെ അവർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്നത് എനിക്ക് രാത്രി അദ്ദേഹത്തിന്റെ സേവനം വളരെ വിലപ്പെട്ടതാണ്. കാരണം വോമിറ്റിംഗ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ആകും. അപ്പൊ അതുകൊണ്ട് ഞാൻ മോളെ കൊണ്ടുപോയ എനിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ കയറി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏയ് ഞാൻ തമാശ പറഞ്ഞതെന്ന്. ആ വേറൊരു ഇതിലേക്ക് മാറി ഒക്കെ കഴിഞ്ഞു. മെഡിസിൻ എഴുതി തന്നു. എന്റെ ഒന്നും ഫീസ് പോലും വാങ്ങിച്ചില്ല. ഞാൻ ഇങ്ങനെ ഇതൊന്നും പറഞ്ഞൊക്കെ ഫീസൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ 2 പൂമുഖമുള്ള വീടാണ്. അതിൽ ചെറിയ പൂമുഖത്തിലാണ് ഇദ്ദേഹം. ഞാൻ മരിച്ച് രാത്രി ആയതുകൊണ്ട് അദ്ദേഹം മെയിൻ ഡോർ തുറക്കാത്തതെന്ന് ധരിച്ചപ്പോ മെയിൻ ഡോറിൽ വേറൊരു ഡോർ ഇരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ നെയിം ബോർഡാണ്. ഡോക്ടർ, ഒരു പേര് ഞാൻ പേര് പറയുന്നില്ല, ചിലപ്പോൾ പറഞ്ഞ എല്ലാവരും അറിയുമായിരിക്കും, ഹോമിയോപ്പതിക് പ്രാക്ടീഷണർ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഇതിന്റെ സംഗതി എന്നുള്ളത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടേഴ്സാണ്. ഞാനേ പുറത്തുനിന്നുള്ള ഒരാളായിട്ടുള്ളൂ. പക്ഷെ എങ്കിലും ഈ ഒരു സംഗതി പറഞ്ഞപ്പോ അത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നിശ്ചിത കാലം മാത്രമേ നമുക്കിവിടെ സമയമുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളൊക്കെ കടന്നു പോകും. അപ്പോ കൂടുതൽ പിന്നെ ആരോഗ്യ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാണ്ട് ജീവിക്കാനായി സഹായിക്കുന്ന എല്ലാവരും ദൈവം ചെയ്യുന്ന പണി തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നിന്റെ മുകളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഡോക്ടർ രാജേന്ദ്ര സോനാവാല ഇപ്പോഴും ഞാൻ പേര് ഓർക്കുന്നു. 23 വർഷത്തിന് ശേഷവും എനിക്ക് ദൈവത്തിന്റെ ദൂതനായിട്ടാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നെ പറഞ്ഞ് ഗ്രാജുവലായിട്ട് അത് ബോഡി അഡ്ജസ്റ്റ് ചെയ്ത് വന്നോളും, ഫ്യൂച്ചർ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം നമുക്ക് ദൈവത്തിന്റെ ഒരു ദൂതനായിട്ടാണ് ഞാൻ കാണുന്നത്. രാത്രിയിൽ അസമയത്ത് നിന്നപ്പോൾ എനിക്ക് ഉടൻ തന്നെ മരുന്ന് തന്ന ഡോക്ടറെയും നമ്മൾ അങ്ങനെ തന്നെ കാണുന്നത്. പക്ഷെ അത് ഈ പരസ്പരം ഇങ്ങനെന്ന് പറയുന്നതിനകത്ത് മാത്രമേ എനിക്കൊരു തമാശയായിട്ട് തോന്നിയിട്ടുള്ളൂ. ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷെ എങ്കിലും ഒരു 18ാം നൂറ്റാണ്ടിന്റെ ലാസ്റ്റിലാണ്, അവസാന കാലഘട്ടത്തിലാണ് ഹോമിയോപ്പതിക് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നമുക്ക് കിട്ടിയതെന്ന് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയുമ്പോൾ, ഒരു വിശ്വാസം, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് നമ്മൾ കളിയാക്കി വിളിക്കുന്നതിനെ മോര് ഡോക്ടർ എന്ന് വിളിക്കുന്നു. അദ്ദേഹം വലിയ ഇപ്പൊ കുടവയർ പോലത്തെ ഒരു കുപ്പി, അതിന്റെ ചെറിയ കഴുത്ത്, അത്ര ഒരു വലിയ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അതിലിരിക്കുന്ന ഒരു ചുവന്ന മരുന്നും ഒരു വെള്ള മരുന്നുമാണ് ഇരിക്കുന്നത്. അപ്പോ തലവേദന എന്ന് പറഞ്ഞാലും ഡോക്ടർ കുറച്ചു നേരം ഇങ്ങനെയൊക്കെ നോക്കി. അദ്ദേഹം ഏത് സിസ്റ്റമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആയുർവേദം ആയിരുന്നോന്നും എനിക്കറിയില്ല. അപ്പൊ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ആ കുപ്പിയിൽ നിന്ന് മരുന്ന് ധരിച്ചു തരും. തലവേദന എന്ന് പറഞ്ഞാലും വയറുവേദന എന്ന് പറഞ്ഞാലും എന്ത് കംപ്ലൈന്റ് പറഞ്ഞാലും ഒരേ മരുന്ന് തരും. അത് മരുന്നാണോന്നും അറിയില്ല, പക്ഷെ ഫലം കിട്ടിയിരുന്നു. അതാ രോഗിയും ഡോക്ടറുമായിട്ടുള്ള ഇക്വേഷൻ. അതാണ്, ആ ഒരു വിശ്വാസം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കി. ചില വലിയ ഡോക്ടർമാരുണ്ട്, മരുന്നൊക്കെ തരും, പക്ഷെ റിസൾട്ട് അത്ര നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് വരില്ല. പക്ഷെ മറ്റു ചില വളരെ സിമ്പിളായിട്ട് കാണുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന കൂടുതൽ മനുഷ്യരെ സേവിക്കാനുള്ള അവസരങ്ങൾ ഈ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അത് ഉണ്ടാകട്ടെ. അതിന് ഗുണഭോക്താക്കളായിരിക്കാനായിട്ട് എന്നെ പോലുള്ളവർക്ക് കഴിയട്ടെ. എല്ലാ കാലത്തും ഇങ്ങനെ ഒരു വെളിച്ചം ഞങ്ങൾക്ക് എല്ലാവർക്കും തരാനായിട്ട്, കൂടുതൽ സേവനങ്ങൾ തരാനായിട്ട് ഈ ശാഖയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അർത്ഥവത്തായ വെബിനാറിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അങ്ങേറ്റം സന്തോഷം. ഇന്ന് ഇതിന്റെ ഇന്റർനാഷണൽ ഡേ ആണെന്നുള്ളത് വരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സന്തോഷം. പിന്നെ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡത്തിന് ഞാൻ അങ്ങേറ്റം നന്ദി പറയുന്നു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇതിന്റെ ഉദ്ഘാടനം ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി സർ. വളരെ മനോഹരമായി അങ്ങ് വിവരിക്കേണ്ട ന്യായാധിപന്റെ വീക്ഷണം കൃത്യമായിട്ട് പറഞ്ഞ അളന്നു തൂക്കിയുള്ള കൃത്യമായ വാക്കുകളോട് പറയുകയും ചെയ്തു. നമ്മൾ സാധാരണ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് കേട്ടു, ഇപ്പൊ റിവേഴ്സ് പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും നമുക്ക് ഒന്നേ പറയാനുള്ളത്, പരസ്പരം ഭാവയന്തു. വളരെ ഭംഗി സാർ, വളരെ സന്തോഷം, നന്ദി. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. നമുക്ക് ദുർഗാപ്രസാദ് ഡോക്ടർ ക്ഷണിക്കാം. ഡോക്ടർ ദുർഗാപ്രസാദ്.
എത്ര സമയം എടുക്കാം ഡോക്ടർ? എനിക്ക് 10 മിനിറ്റോ? അതെ. ഓക്കെ, താങ്ക് യു. അപ്പോഴ് പഞ്ചാബ് വിഷൻ സാറ് പറഞ്ഞിടത്തു നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ രാജ്യത്ത് നിയമം മൂലം സ്ഥാപിച്ചിട്ടുള്ളത് 7 വൈദ്യശാസ്ത്ര ശാഖകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി, പിന്നെ ആയുഷ്, ആയുർവേദം, യോഗ, യുനാനി, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി, പിന്നെ നോർത്ത് ഈസ്റ്റേണിൽ മാത്രം കാണുന്ന സൊവ്വ റിംപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖയും. അപ്പൊ എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാകുന്ന, നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ പ്ലൂറലിസം എന്ന് പറയുന്ന ഒരു സ്ഥിതി, അതിന്റെ ഒരു സത്യാവസ്ഥയാണ്, അതൊരു റിയാലിറ്റിയാണ്. അതിനെ എല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിനെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട്. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് അതിന് അസഹിഷ്ണുതയുള്ളത്. മെഡിക്കൽ പ്ലൂറലിസം എന്ന് പറയുന്നത് അത് എൻഡ് യൂസർ, അതായത് ഒരു പേഷ്യന്റിന്, ബെനിഫിഷ്യറിക്ക് അദ്ദേഹത്തിന്റെ സ്വാസ്ഥ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗശാന്തിക്കോ ആരോഗ്യ പരിപാലനത്തിനോ വേണ്ടി ഏറ്റവും ഉപയുക്തമാകുന്ന ശാസ്ത്രശാഖ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാത്രമാണോ, ഒന്നിലധികമാണോ എന്നുള്ള അദ്ദേഹത്തിന് സ്വയമേ തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പൊ അതിൽ ശരിക്കും ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് നല്ല അപ്രോപ്രിയേറ്റീവ് തലത്തിലുള്ള ഇന്റഗ്രേറ്റീവ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെയും മേന്മ, എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളുടെ മേന്മ നമുക്ക് ആ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതില് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ആയുർവേദ ശാസ്ത്രമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ആലപ്പുഴ സർക്കാർ പഞ്ചകർമ്മ ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ടാണ്. അപ്പൊ അതില് നമുക്കിപ്പോ അറിയാം, ഇപ്പൊ ആയുർവേദം എന്ന് പറയുമ്പോൾ അതിന്റെ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5000 to 7000 BC-യിലാണ് പോണത്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്ത് ഏതൊക്കെ തലത്തിലാണ് ആയുർവേദം ഉൾപ്പെടുന്നത് എന്നുള്ളത് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ സൂചിപ്പിക്കാം. നമ്മളിപ്പോ പബ്ലിക് ഹെൽത്തില് 3ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് എന്താ പറയുക, ആദ്യമേ ഉണ്ടായിരുന്നൊരു ഇൻഫെക്ഷ്യസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്, പിന്നെ ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്, പിന്നെ ഒരു നിയോപ്ലാസ്റ്റിക് ഡിസോർഡേഴ്സ്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത് പൊതുവെ. അപ്പൊ അതിന്റെ ഏറ്റക്കുറച്ചിൽ ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് ഇൻഫെക്ഷ്യസ് ഡിസീസ് കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കൽ ഡിസീസ് കൊണ്ടാണ് ധാരാളം മോർട്ടാലിറ്റി ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ മോർബിഡിറ്റിയും മോർട്ടാലിറ്റിയും തമ്മിൽ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, പണ്ട് നമ്മൾ അഹങ്കരിച്ചിരുന്നതൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിട്ടുണ്ട്. 70കളിൽ എങ്ങനെയായിരുന്നു, 70കളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുകൊണ്ടാണ് നമ്മൾ 2000 വരെ നമ്മൾ പിടിച്ചു തന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയിൽ ആശാവഹമാണോ ആശങ്കാവഹമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 രീതിയിലും കാണാവുന്നതാണ്. ഈ വിഷയത്തില് ആയുർവേദത്തില് പൊതുജനാരോഗ്യ രംഗത്തെ അതിൽ കാണുന്ന വ്യാധികളെ പൊതുവെ 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന്, സന്ദർപ്പണോദ വ്യാധികൾ എന്ന് പറയുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മളുടെ ശരീരത്തിൽ നിന്നും ആ കഴിക്കുന്ന ആഹാരം വേണ്ട രീതിയിൽ ആഗിരണം ചെയ്ത് അത് എനർജി ആയിട്ട് മാറി അത് പുറത്തു പോകാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വരുന്ന കുറെ വ്യാധികൾ, അതിനെയാണ് നമ്മൾ സന്ദർപ്പണോദ വ്യാധികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. ഒബിസിറ്റി വരാം, ഡയബറ്റീസ് വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, CA വരാം, തൈറോയിഡ് വരാം, ഇങ്ങനെ എല്ലാ അസുഖങ്ങളും അതിന്റെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2, അപതർപ്പണോദ വ്യാധികൾ. ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസികൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് അപതർപ്പണോദ വ്യാധികൾ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പാണെന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഔപസർഗിക രോഗങ്ങൾ. ഔപസർഗിക രോഗം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ക്ലോസ് കോൺടാക്ട് വഴിയോ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയോ, ഒരാൾ ഉപയോഗിച്ച് അയാൾ പേഴ്സണൽ ബിലോങ്ങിങ്സ് മറ്റുള്ള ഉപയോഗിക്കുന്ന വഴിയോ, ഇപ്പൊ കോമൺ നമ്മളെ വാഷ്റൂംസ് അങ്ങനെ ഉപയോഗിക്കുന്ന അങ്ങനെ വരുന്ന വഴിയോ, അങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങളാണ് ഔപസർഗിക രോഗങ്ങൾ. നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം ഗ്രൂപ്പ് ഓഫ് ഡിസീസുകളും ആയുർവേദ ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഇപ്പൊ സൂചിപ്പിക്കാൻ കാര്യം, ഈ പ്രത്യേകിച്ചും ആയുർവേദ ഹോമിയോപ്പതിയും മെയിൻ സ്ട്രീമിൽ വരരുത് എന്നുള്ള നിർബന്ധവും നിഷ്കർഷമായ ബുദ്ധി ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അവസാനം എങ്ങനെയാണ് അത് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതായത് ദ റോൾ ഓഫ് ആയുഷ് ഹാസ് ബീൻ വെരി വൈഡ്ലി അക്ലെയിംഡ് ആൻഡ് വെരി വൈഡ്ലി അക്നോളജ്ഡ് ബോത്ത് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്സ്. അപ്പൊ അത് അപ്പോ ആ ഒരു വ്യക്തിയുടെ, നമുക്കൊരു അസുഖം വന്നാൽ ആ രോഗം അല്ലെങ്കിൽ വ്യാധി ചികിത്സിച്ച് മാറ്റുന്നതോടൊപ്പം തന്നെ ഒരു അസുഖം ഇല്ലാത്ത ഒരാളുടെ ആരോഗ്യം പൂർണ്ണമായി നിലനിർത്താൻ നമുക്ക് ഈ ശാസ്ത്രശാഖ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആയുഷ് ശാസ്ത്രശാഖകളുടെ ഒരു പ്രത്യേകത. ആയുർവേദത്തിൽ തന്നെ പ്രത്യേകിച്ച് തന്നെ ഒരു റെഫറൻസ് ഉണ്ട്, സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം ആർത്തസ്യ രോഗനം. സ്വസ്ഥന്റെ സ്വാസ്ഥ്യ സംരക്ഷണം, സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ പ്രിസർവേഷൻ ഓഫ് ഹെൽത്ത് ഫോർ എൻ ഹെൽത്തി ഇൻഡിവിജ്വൽ ആൻഡ്
ദി പ്രിവെൻഷൻ ആൻഡ് ക്യൂറിംഗ് ഓഫ് ഡിസീസ് ഓഫ് എ സിക്ക് പേഴ്സൺ. അപ്പൊ ഈ രണ്ടും ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ആയുഷ് മേഖലയുടെ ശാസ്ത്രശാഖകളുടെ പ്രത്യേകതയാണ്. അത് എനിക്ക് തോന്നുന്നു മറ്റ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 7 വൈദ്യശാസ്ത്ര ശാഖകളും ഒന്നിനും മീതെയല്ല, ഒന്നിനും കീഴെയുമല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്ലേസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടറിഞ്ഞ് പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, പേഷ്യന്റിനും പബ്ലിക് ഹെൽത്തിനും വളരെ നന്നായിട്ട് ഗുണം ചെയ്യും. അതിനെ ഇപ്പോ കുറച്ച് നല്ല ആശാവഹമായ ചില കാര്യങ്ങൾ ചില കോർണറിൽ നടക്കുന്നുണ്ടെങ്കിലും അതിന് മെയിൻ സ്ട്രീം ആയിട്ട് തന്നെ അത് നമ്മൾ ഇനി കാണേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതിരിക്കുന്നതാണല്ലോ നല്ലത്. നമ്മൾ പണ്ടേ പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നതിനകത്ത് പ്രിവെൻഷൻ ഈസ് ക്യൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആയുർവേദത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കാലാവസ്ഥ പ്രധാനമായും ഞങ്ങൾ ഋതുക്കൾ എന്നാണ് പറയുക. അപ്പൊ ശരിക്കും ഷഡ് ഋതുക്കളാണല്ലോ, 6 ഋതുക്കൾ: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഈ ഓരോ ഋതുക്കളിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഋതുചര്യകൾ പറയുന്നുണ്ട്. അതായത് എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, എന്തൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ കഴിക്കണം, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ തമ്മിൽ ചേർത്തുകൂടാ. ഉദാഹരണത്തിന് ഇപ്പോ മത്സ്യം, മാംസം കഴിക്കുമ്പോഴൂടെ പാല് ചേർത്തുകൂടാ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ ഓരോ വർഗ്ഗങ്ങളും, അതായത് ഏറ്റവും നല്ല ഫലം ഏതാണ്, ഏറ്റവും നല്ല ഫ്രൂട്ട് ഏതാണ്, ഏറ്റവും നല്ല വെജിറ്റബിൾ ഏതാണ്, അതുപോലെ വർജ്യമാക്കേണ്ട ഫ്രൂട്ട് ഏതാണ്, വർജ്യമാക്കേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ ദ്രാക്ഷ ഫലോത്തമ എന്ന് പറയുന്നു. ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ, ഫലോത്തമ, അതായത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ദ്രാക്ഷ. അതുപോലെ പനസം, നമ്മുടെ അർത്ഥച്ചക്ക എന്ന് പറയത്തില്ല, അതാണ് ഏറ്റവും വർജ്യമാക്കേണ്ട ഫ്രൂട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. മത്സ്യം ഏറ്റവും നല്ല മത്സ്യം രോഹിത മത്സ്യമാണ്, നമ്മുടെ ഇവിടെ കിട്ടാനില്ല. അത് സാൽമൺ ടൈപ്പ് ഫിഷസിന്റെ കൂട്ടത്തിൽ അത് പെടുന്നു. ഏറ്റവും വർജ്യമാക്കേണ്ട ചില്ലി ചീമോ എന്ന് പറയുന്നത്, അത് കൊഞ്ച്. അപ്പൊ അങ്ങനെ ഈ ചൂര വേറൊരു മീനാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഏറ്റവും വർജ്യമാക്കേണ്ട വസ്തുക്കൾ വർജ്യമാക്കുന്നത് വഴി നമുക്ക് അതുകൊണ്ട് ഉണ്ടാകാനുള്ള അസുഖങ്ങളുടെ സാധ്യത വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് ഏറ്റവും നല്ല പച്ചക്കറി ഏതാണ്, എല്ലാത്തിനെയും വർഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ദ്രവവർഗ്ഗങ്ങൾ, പാലിന്റെ ഗുണം പറയുന്നുണ്ട്, ചൂടുവെള്ളത്തിന്റെ ഗുണം, പച്ചവെള്ളത്തിന്റെ ഗുണം, തൈരിന്റെ ഗുണം, മോരിന്റെ ഗുണം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതില് ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കി ശീലിക്കുക. ഒരു ഋതു മാറി മറ്റു ഋതുവിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഋതുവിന്റെ അവസാനത്തെ 7 ദിവസവും പിന്നത്തെ ഋതുവിന്റെ ആദ്യത്തെ 7 ദിവസവും കൂടുന്ന 14 ദിവസം ഋതുസന്ധി എന്ന് പറയുന്നു. ആ ഋതുസന്ധിയിലാണ് നമ്മുടെ ബോഡിയിലുള്ള ഒരു എന്താ പറയാ ഒരു ഹോമോസ്റ്റാറ്റിസിന് ഒരു കോംപ്രമൈസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറച്ച് കോംപ്രമൈസ്ഡ് ആയിരിക്കും. ആ സമയത്ത് കഴിക്കാൻ പറ്റിയ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നുണ്ടോ. ആ സമയത്ത് നമുക്ക് പ്രോൺ ടു നമ്മുടെ ഡിസീസ് ആണ്, അല്ലെങ്കിൽ സിക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആ പ്രത്യേകിച്ച് ഋതുസന്ധിയിൽ അനുവർത്തിക്കുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ അതുകൂടെ എന്നും നമ്മൾ ശീലിക്കേണ്ട ചില കാര്യങ്ങൾ, നിത്യരസായനങ്ങൾ തന്നെയാണ് അതിന് പറയുന്നത്. അത് ആഹാരം മാത്രമല്ല. അതിന്റെ ഉദാഹരണം സത്യവാദിനം അക്രോധം അധ്യാത്മ പ്രവണേന്ദ്രിയം ശാന്തിം സദ്വൃത്തി നിർദ്ദം വിദ്യാ നിത്യരസായനം. ഒന്നുമില്ല, അവൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ. സത്യവാദിനമായിരിക്കണം, എപ്പോഴും സത്യം തന്നെ പറയുക, ക്രോധമില്ലാതിരിക്കുക, എല്ലാവർക്കും ഹിതകരമായ രീതിയിൽ നമ്മൾ സംസാരിക്കുക, സദ്വൃത്തുക്കൾ അല്ലെങ്കിൽ സത്സംഗങ്ങൾ മാത്രമായിട്ട് നമ്മൾ, അതായത് നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് മാത്രം അങ്ങനെ നമ്മൾ അങ്ങനെ നല്ല ശീലങ്ങൾ. അതുപോലെ നമ്മുടെ യോഗാസനങ്ങൾ എന്ന് പറയുമ്പോൾ യോഗം എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. അതെനിക്ക് ഡോക്ടർ ഷൈജു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിൽ തന്നെ ഞങ്ങൾക്ക് ഒരു മെന്റൽ ആസ്പെക്ട് ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട് ഉണ്ട്. അതിന്റെ മെന്റൽ ആസ്പെക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താ പറയുക, കൺട്രോൾ ഓഫ് മൈൻഡ്, കൺട്രോൾ ഓഫ് തോട്ട്സ്, ബെറ്റർ കൺട്രോൾ ഓഫ് തോട്ട്സ് ഫോർ ബെറ്റർ കൺട്രോൾ ഓഫ് ആക്ഷൻസ് നമ്മൾ പറയത്തില്ലേ. അതുപോലെ ശരീരത്തിന്റെ നമ്മൾ പറയുന്ന പോലെ സ്ഥിര സുഖമാസനം, ഏതെങ്കിലും ഒരു ആസനത്തിൽ ഏതെങ്കിലും ഒരു പോസ്ചറിൽ നമുക്ക് ഒരു മുഹൂർത്തം 48 മിനിറ്റ് എങ്കിലും ഇരിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലുള്ള ബ്രീത്തിങ് പാറ്റേൺസ് ഒക്കെ നമുക്കറിയാമല്ലോ. ശരീരത്തിന്റെ ഓക്സിജൻ ആ സർക്കുലേഷൻ ശരിയായ രീതിയിൽ എല്ലാ അവയവങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള യോഗാസനങ്ങൾ, തെറാപ്പിറ്റിക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആഹാരം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വിഹാരങ്ങളും. ആ വിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ശരിയായ രീതിയിലുള്ള മനസ്സിന്റെ വ്യാപാരങ്ങളും ശരീര വ്യാപാരങ്ങളും. അത് ആസനങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് കൂടാതെ നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്ന, ആയുർവേദത്തിൽ തന്നെ പറയുന്ന യമനിയമങ്ങൾ, അതും ശീലിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമുക്കറിയാം, അഹിംസ, സത്യം, ആസ്തേയം, ഇങ്ങനെ പറഞ്ഞ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആ യമങ്ങൾ.
നിയമങ്ങളും അത് തന്നെ പറയുന്നുണ്ട്. തപഹ, സന്തോഷം, ആസ്തക്യം, ഈശ്വര പൂജനം, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നുമില്ല, നമ്മുടെ എത്തിക്കൽ ബിഹേവിയർ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ അനുവർത്തിക്കേണ്ടത് പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് മിതാഹാരം. അത് ന്യൂട്രീഷ്യസ് ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. അങ്ങനെ നമുക്കറിയാലോ, നമ്മുടെ ആമാശയം ഒരു 4 ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പകുതി മാത്രമേ ആഹാരം കഴിക്കാവുള്ളൂ. ഒരു 1/4 നമ്മൾ വെള്ളം കുടിക്കണം, ബാക്കി 1/4 നമ്മൾ ഇട്ടേക്കണം. ഒരു ദോശ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഇഡലി കൂടെ കഴിക്കാം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ നിർത്തുക. അതാണ് കറക്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. മിതാഹാരം. അതുപോലെ ഹിതായാസം. ഹിതായാസം എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് എക്സസൈസ്. ഒരു 40 to 60 minutes ഓഫ് എക്സസൈസ് പെർ വീക്ക് അതെങ്കിലും നമ്മൾ ചെയ്തിരിക്കുക. അത് എന്ത് വേണോ ചെയ്യാം. ഹെവി എക്സസൈസ് ഒന്നും വേണമെന്നില്ല. കാർഡിയോ എക്സസൈസ് ആണെങ്കിൽ മതി, വാക്കിംഗ് ആണെങ്കിലും മതി, വളരെ സിമ്പിൾ ആയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നിദ്ര, അൺഇന്ററപ്റ്റഡ് സ്ലീപ്പ് ഫോർ 6 to 8 hours. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ മതിയായിരിക്കും, ചിലർക്ക് 7, ചിലർക്ക് 8. എങ്ങനെ പോയാലും ഒരു 6 hours എങ്കിലും അൺഇന്ററപ്റ്റഡ് സ്ലീപ്പ് വേണം. പിന്നെ വേണ്ടത് മൈഥുനം, അതായത് എത്തിക്കൽ ആൻഡ് ഡിസിപ്ലിൻഡ് സെക്ഷുവൽ ലൈഫ്. ഈ 4 കാര്യങ്ങളാണ് ആയുർവേദം അനുശാസിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശരിയായ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 4 നിർദ്ദേശങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിന്റെ സ്റ്റേജ് അനുസരിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദം ഈസ് ബേസ്ഡ് ഓൺ പഞ്ചമഹാഭൂതാസ് ആൻഡ് ത്രിദോഷാസ്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല, എന്താണ് ഫിലോസഫി. പിന്നെ തെറാപ്പിറ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് പഞ്ചകർമ്മങ്ങളാണ്. പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് 5 പ്യൂരിഫിക്കേറ്ററി പ്രൊസീജിയേഴ്സ് ഉണ്ട്. വമനം, വിരേചനം, നസ്യം, അനുവാസനം, വസ്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ അതിന് മുന്നോട്ട് ചെയ്യുന്ന കുറച്ച് പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനുശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാ കർമ്മങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് ആവശ്യമില്ല. നമുക്ക് തെറാപ്യൂട്ടിക് ആയിട്ടും ചെയ്യാം, പ്രിവെന്റീവ് ആയിട്ടും ചെയ്യാം, പ്രൊമോട്ടീവ് ആയിട്ടും ചെയ്യാം, ക്യൂറേറ്റീവ് ആയിട്ടും ചെയ്യാം, റീഹാബിലിറ്റേറ്റീവ് ആയിട്ടും ചെയ്യാം. ഈ തരത്തിൽ നമുക്ക് എങ്ങനെ വേണം കസ്റ്റമൈസ് എടുക്കാൻ പറ്റുന്ന ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ആയുർവേദം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം 10 മിനിറ്റ് അധികരിച്ചിരിക്കുന്നു. എന്നെ ഈ വളരെ ബഹുമാന്യമായ ഈ ഗ്രൂപ്പിലേക്ക് സംസാരിക്കാൻ ക്ഷണിച്ചതിന് എൻ്റെ പ്രിയ സുഹൃത്തായ മനോജ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിട്ട് വിവരിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ IFPH 7 or 8 സെഷൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈദികീയ സുഭാഷിതങ്ങൾ വെച്ചിട്ടുണ്ട്. വളരെ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല സെഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഓരോരുത്തരും അവരവരുടേതായ റേഞ്ചിൽ നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തിലും സീസണം എന്നുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വളരെ നന്ദി. നമുക്ക് സോഹൻ സാറിലേക്ക് പോകാം. സോഹൻ സാറെ മ്യൂട്ട് ചെയ്യാമോ? ഗുഡ് ഈവനിങ് സാർ. ഞാൻ ഡോക്ടർ സോമശേഖർ റാവു. ഞാൻ ഫാർമക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. എന്നെ ഈ IFPH സെമിനാറിലേക്ക് വിളിച്ച മനോജ് സാറിനും ബാക്കി എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന പ്രമുഖരായ ഡോക്ടർമാരും എല്ലാവർക്കും ഞാൻ വന്ദിക്കുന്നു. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത ശ്രീ പഞ്ചാമകേശൻ സാറ് വളരെ സാറിന്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ കൂടെ ചേർത്ത് വളരെ വിശദമായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. 2026 ഏപ്രിൽ 7. ഇത് നമ്മുടെ 1948 WHO തുടങ്ങിയതിന്റെ അനുസ്മരണമായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്. അപ്പോൾ 2026 തീം എന്ന് പറഞ്ഞത് ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ്. ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് വെച്ചാൽ ഈ ആരോഗ്യത്തിനായി ഒന്നിച്ച് ശാസ്ത്രത്തിനോടൊപ്പം നിലനിൽക്കുക എന്നാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ടുഗദർ ഫോർ ഹെൽത്ത്, നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചും ഈ ശാസ്ത്രത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ ശാസ്ത്രത്തിൽ വിശ്വസിക്കുക എന്നുള്ളതും ഏകലോക വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹെൽത്ത് ബാക്കിയുള്ള പരിസ്ഥിതി, മൃഗങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതായിട്ടാണ് WHO ഇപ്പോൾ ഈ വർഷത്തെ കണക്കാക്കുന്നത്. അപ്പോൾ ഞാനൊരു മോഡേൺ മെഡിസിൻ ഡോക്ടർ എന്നുള്ള നിലയിൽ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ശാഖയിൽ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ ആയിരുന്നു കൂടുതലും. പക്ഷെ ഇപ്പം കൂടുതലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. കാരണം കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് നേരത്തെ കണ്ടെത്താനും അത് പ്രിവെന്റ് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഇപ്പം അലോപ്പതിയിലായിരുന്നാലും ഹോമിയോപ്പതിയിലായിരുന്നാലും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇപ്പോൾ കൂടുതൽ. അത് നേരത്തെ കണ്ടെത്താനുള്ള ഒരുപാട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നേരെ ചികിത്സിക്കാനുള്ള അലോപ്പതി മാത്രമല്ല ബാക്കിയുള്ള ഇതര ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ദുർഗാപ്രസാദ് സാർ പറഞ്ഞതുപോലെ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് അതിന് വളരെ സഹായകമാണ്.
അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ എല്ലാത്തിനും കൂടെ പരസ്പരം നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ശാഖകളുമായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എല്ലാത്തിനെയും കൂടെ കോർത്തിണക്കി രോഗികളെ ചികിത്സിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ വർഷത്തിൽ ഇപ്പോൾ ഊന്നൽ നൽകിയിരിക്കുന്നത് മെയിൻലി പ്രിവെൻഷന് വേണ്ടിയാണ്. അപ്പോൾ പ്രിവെൻഷന് നമുക്ക് വിവിധ ശാഖകളെ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ബാക്കി നമുക്ക് എല്ലാ ശാഖകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ CT സ്കാൻ ആയിരുന്നാലും MRI ആയിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ കണ്ടുപിടിക്കാനും അത് മോഡേൺ മെഡിസിന് മാത്രമല്ല ബാക്കി എല്ലാ ശാഖകളിലും അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഡയബറ്റിക്സ് തന്നെ നേരത്തെ കണ്ടുപിടിക്കാനും പിന്നെ ഫ്രീ ഇൻസുലിന്റെ അളവ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഡയബറ്റിക്സ് വരുമോ, പ്രീ ഡയബറ്റിക് ആണോ എന്ന് വരെ കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നടത്താനും ഉള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ ശാഖകളുമായിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് നടത്തിയാൽ വളരെ നല്ലതായിരിക്കും. കാര്യം മരുന്ന് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് ഈ പുതിയ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറൊക്കെ ഉപയോഗിച്ച് എല്ലാ ശാഖകളും മറ്റു ഹോമിയോപ്പതി ആയിരുന്നാൽ ആയുർവേദമായിരുന്നാൽ എല്ലാവരുമായിട്ടൊരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുകയും കാര്യം ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് വളരെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ബാക്കിയുള്ള വ്യക്തികളെല്ലാം കൂടെ പറയുന്നത് പോലെ നമുക്ക് പല എല്ലാ ശാഖകളും എല്ലാം കൂടെ ചേർത്തിണക്കി നമുക്ക് പ്രിവെൻഷൻ എല്ലാവരും കൂടെ ടുഗദർ വിത്ത് സയൻസ് ആൻഡ് വി ഷുഡ് സ്റ്റാൻഡ് വിത്ത് സയൻസ്. അപ്പം എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അതിന്റെ റിസർച്ചുകൾ, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ബാക്കിയുള്ള കാര്യം ഇപ്പൊ ആയുഷൊക്കെ വന്നതിന് ശേഷം ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഗവൺമെന്റും പറയുന്നുണ്ട്. ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം, കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളും എല്ലാം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എല്ലാ ആയുർവേദവും ഹോമിയോപ്പതി എല്ലാം കൂടെ ചേർന്ന് നടത്തണം എന്നുള്ളത് കൺസെപ്റ്റിലേക്കാണ് ഗവൺമെന്റും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മോഡേൺ മെഡിസിനിലെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ബാക്കിയുള്ള വിവിധ ശാഖകളെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അസുഖം വരാതെ പ്രിവെന്റ് ചെയ്യുകയും അസുഖം വന്നിട്ട് മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് പ്രിവെന്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ എന്നെ ഈ ചർച്ചയിലേക്ക് വിളിച്ച മനോജ് സാർ, ബാക്കി എല്ലാവർക്കും ഞാൻ എൻ്റെ വിനീതമായ നമസ്കാരം. താങ്ക് യു. വളരെ നന്ദി. ഭഗവത്ഗീതയിൽ പറയുമ്പോൾ ആപൂര്യമാണ് അജലപ്രതിഷ്ഠം സമുദ്രഭാവ പ്രതിസന്ധിയൊക്കെ. അപ്പൊ അതായത് സമുദ്രത്തിന് പ്രത്യേകത ഉണ്ട്. എന്തെല്ലാം അതിലേക്ക് വന്നാൽ സമുദ്രത്തിന് ലെവല് മാറും എന്ന് പറഞ്ഞാൽ സോനിഷ് സാറ് ഇത്രയധികം അറിവുള്ളതുകൊണ്ടായിരിക്കും സാറ് പറഞ്ഞ പോലെ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് സാറിനുണ്ട്. അത് അറിവുകൊണ്ട് അപ്പൊ അറിവുള്ളവർക്ക് അത്ര പറ്റുള്ളൂ എന്നുള്ള തെളിവാണത്. വളരെ നന്നായി സാറ് പങ്കെടുത്തതിന് നന്ദി. നമുക്കിനി ജോസ് ഐസക് സാറിലേക്ക് പോകാം. സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദേശത്ത് നിന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഹോമിയോപ്പതി പഠിക്കാനായി സാറിനെ കാണാൻ വരുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച. യഥാർത്ഥത്തിൽ അത് ഇന്ത്യക്ക് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇപ്പൊ മെഡിക്കൽ ടൂറിസം ഉണ്ട്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ടൂറിസം എന്നൊരു ബ്രാഞ്ചിലേക്ക് പോവുകയും അതുവഴി ഹോമിയോപ്പതിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന അഭിപ്രായം ഞാൻ പറയുകയാണ്. സാറിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സാറിനെ ആദരവ് ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. താങ്ക് യു മനോജ്. നമ്മളിപ്പോ ഒരു വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കുമ്പോൾ ഇതിന് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇനി നാളെ ഇതെന്തായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ക്രോണിക് ഡിസീസസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും അറിയാം. ഒരു 4-5 ക്രോണിക് ഡിസീസ് ലോകം മുഴുവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് കുട്ടികളുടെ ഇടയിലുണ്ടാകുന്ന ഓട്ടിസം. ഈ ഓട്ടിസത്തിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഓട്ടിസം ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. നമ്മുടെ ജനതയിൽ 50-ൽ ഒരാളെങ്കിലും ഓട്ടിസ്റ്റിക് ടെൻഡൻസീസ് ഉള്ള അല്ലെങ്കിൽ അതിൽ സിൻഡ്രോമിൽ വരുന്ന ആൾക്കാരാണ്. മറ്റൊന്ന് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ജെറിയാട്രിക് ഒരു വിങ് തന്നെ ഇനിയും കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം, ചെറുപ്പക്കാരുടെ എണ്ണവും ഏതാണ്ട് തുല്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ലോകമെമ്പാടുമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും പുതിയ എപ്പിഡമിക്കുകൾ വരിക, അല്ലെങ്കിൽ പാൻഡമിക്കുകൾ വരിക. ഇതിന് പുതിയ മ്യൂട്ടന്റ് വെറൈറ്റീസ് വരിക. അതുകൊണ്ട് തന്നെ അതിന് ആദ്യഘട്ടത്തിലൊന്നും ഫലപ്രദമായി നേരിടാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെയെല്ലാം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുകയല്ല ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ കേരളത്തിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്ത് ഒരു 2-3 ആക്ടുകൾ കൊണ്ടുവന്നു. ഒന്ന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. നമ്മുടെ വൈദ്യരംഗത്ത് അത് വളരെയധികം പ്രയോജനപ്പെടുമെന്നും
നമ്മുടെ വൈദ്യശാസ്ത്ര എല്ലാ ശാഖകൾക്കും കൂടുതൽ പ്രയോജനപ്പെടുമെന്നൊക്കെ പറഞ്ഞു വന്നൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം, എന്തായാലും IMAയുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ 6000 ക്ലിനിക്ക് ഉണ്ടായിരുന്നത് 2500 കുറയുകയാണ് ചെയ്തത് ഈ ആക്ട് വന്നതിന് ശേഷം. അപ്പൊ നമ്മൾ ഇത് ചിന്തിക്കേണ്ടതാണ്, ഈ ആക്ട് നമുക്ക് പ്രയോജനപ്പെടുകയാണോ, അതോ പ്രയോജനമാണോ, അത് കൂടുതൽ ബുദ്ധിമുട്ടാണോ സൃഷ്ടിച്ചതെന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ പബ്ലിക് ഹെൽത്ത് ആക്ട് അതും വന്നുകൊണ്ടിരിക്കുകയാണ്, അതിലെ ചട്ടങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും അത് വന്നു കഴിയുമ്പോഴായിരിക്കും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന പല പല പ്രശ്നങ്ങളും പലരും അറിയാൻ പോകുന്നത്. അതെല്ലാ വൈദ്യശാസ്ത്രങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഞാൻ പറഞ്ഞ പോലെ 6000-ഓളം ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നത് 2500 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. ഈ 6000 ഒരുപക്ഷെ 8000 ആകേണ്ട സമയത്താണ് അത് 2500 അല്ലെങ്കിൽ 40% 50% കുറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്ന് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ കോർപ്പറേറ്റ് ഇൻവേഷൻ എന്ന് തന്നെ പറയണം, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, വലിയ വലിയ സോഫ്റ്റ്വെയർ കമ്പനികൾ കോടിക്കണക്കിന് ലാഭങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ എന്തിനാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വന്ന് ആശുപത്രികൾ വാങ്ങുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഗവൺമെന്റും പൊതുജനവും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഇത് ഇത്തരത്തിൽ അതേപോലെ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം ഏതാണ്ട് 100 വർഷത്തിന് ആന്റിബയോട്ടിക്സ് വന്നിട്ട്, അപ്പൊ അതിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അതിന്റെ ദുരുപയോഗം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ വാക്സിൻസ്, ഇതുപോലെയുള്ള പല പല കാര്യങ്ങളെക്കുറിച്ചും വേണ്ടത്ര ഒരു ശ്രദ്ധ പൊതുജനങ്ങളുടെ ഇടയിൽ വരുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് വരുമ്പോഴത്തേക്കും ഓൾറെഡി നിയമങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞിരിക്കും. അത് ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു പോക്ക്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഇൻഷുറൻസ് കമ്പനികൾ, ഇവരുടെയൊക്കെ ആധിപത്യം വർദ്ധിച്ചു വരികയാണ്. കാരണം അത് നമ്മൾ കാണാതെ പോയി കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സിസ്റ്റങ്ങൾക്കും ഇത് ഇന്നല്ലെങ്കിൽ നാളെ ദ്രോഹം ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ മറ്റൊന്ന്, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇതൊരു മലയാളം സെഷൻ ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഒരു മത്സരവും അത് പരസ്പരം ചെളിവാരി എറിയാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ വേണോ എന്ന് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ആലോചിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് വർദ്ധിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ രോഗത്തെ ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങൾ വർദ്ധിച്ചോ എന്ന് സംശയമാണ്. അപ്പോൾ നമുക്കറിയാം, ക്യാൻസറിൻ്റെ തന്നെ കഴിഞ്ഞ 50 കൊല്ലത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ ടെക്നിക്സ്, ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും അടിസ്ഥാനപരമായി 3 രീതിയിലുള്ള ചികിത്സയുള്ള റേഡിയേഷനോ, കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി. അപ്പോൾ ഈ 50 വർഷത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 100 വർഷത്തിൻ്റെ ഇടയ്ക്ക് വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം എന്തോരം ഡെവലപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വളരെ കുറവായിട്ടുള്ള ഡെവലപ്മെൻറ്റേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ മറ്റ് ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഗ്രോ ചെയ്യുന്നുണ്ട്, അത് ലാബറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ഗ്രോ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും ഒക്കെ വളരുമ്പോൾ തന്നെ രോഗചികിത്സ അല്ലെങ്കിൽ രോഗത്തെ മാറ്റാനുള്ള ചികിത്സകൾ അത് പ്രോത്സാഹിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ പലതും നമ്മൾ ഇന്ന് സപ്രസ് ചെയ്യപ്പെടുന്നു. ഇതേപോലെ തന്നെയാണ് ഈ കേരളത്തിൽ ഇത്രയധികം ഹെൽത്ത് മേഖലയിൽ പല ആക്ടുകളും വന്നു. ഇന്നും ഇവിടെ ക്വാക്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. എല്ലാ വൈദ്യശാസ്ത്രങ്ങളുടെയും എഡ്യൂക്കേഷനൊക്കെ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, ഒരു 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഇവിടെ ഇന്നും ക്വാക്സിന് സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം സംരക്ഷണയോടുകൂടി തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അത് മറ്റൊന്ന്. അപ്പോൾ നിയമങ്ങൾ പാലിക്കാൻ പോകുന്നവരാണ് ഇവിടെ ബുദ്ധിമുട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആക്ടുകൾ, പ്രത്യേകിച്ച് കേരളം മുന്നിലാണ് എന്ന് പറയുമ്പോഴും കേരളത്തിൽ എന്തിനെല്ലാം മുന്നിലാണെന്ന് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ മരുന്ന് എവിടെയാണ് ചെലവഴിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുന്ന് ചെലവഴിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതാണോ ഹെൽത്ത് ഇൻഡെക്സ്? അതാണോ നമ്മൾ മുന്നിലാണ് എന്ന് പറയാൻ പറ്റുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, കോവിഡൊക്കെ വന്നപ്പോൾ ഈ ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ, അതല്ലെങ്കിൽ റൈറ്റ് ടു ഹെൽത്ത്, ഏത് വൈദ്യശാസ്ത്രം തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ വ്യക്തിയുടെ അവകാശത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇത് പബ്ലിക് ഹെൽത്ത് ആക്ടിലും വരാൻ പോകുന്ന അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്തുകൂടി നിയമങ്ങൾ വരുമ്പോൾ അത് നിയമങ്ങൾ ജനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനോ പ്രയോജനപ്പെടുന്നതല്ല.
ഈ മേഖല കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് അപ്രാപ്യമാകുക എന്നുള്ളതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ കോർപ്പറേറ്റ് ഇൻവേഷനും ഇന്ന് കേരളത്തിലെ നിയമങ്ങൾ കൊണ്ടുവരുന്നതും എല്ലാം നോക്കിക്കഴിയുമ്പോൾ നിയമങ്ങളുടെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് പഠിക്കുന്നില്ല. വലിയ വലിയ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്, പക്ഷേ ഇതിന് ഉണ്ടാകാവുന്ന അൾട്ടിമേറ്റ് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. എപ്പോഴും പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതിന് കൂടുതൽ അതിൻ്റെ പ്രയോജനങ്ങളെ കൂടുതൽ പറയുമ്പോഴും ഇന്ന് നമുക്കറിയാം, ഏതെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ഒരു എപ്പിഡമിക് ഉണ്ടെങ്കിൽ ആദ്യം ഇന്ത്യയിൽ കേരളത്തിലാണ് വരുന്നത്. കാരണം പലപ്പോഴും പലരും പറയാറുണ്ട്, കേരളത്തിൽ നിന്ന് ആൾക്കാർ പുറത്തു പോവുകയോ അകത്തോട്ട് വരികയൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ എക്സ്പോഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എപ്പിഡമിക്കോ പാൻഡമിക്സോ ഒക്കെ വരുമ്പോൾ ആദ്യം കേരളത്തിൽ വരുന്നതെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഡൽഹിയിലോ കൽക്കട്ടയിലോ ബോംബെയിലോ മദ്രാസിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒക്കെ വന്നിറങ്ങുന്നിടത്തോളം വിദേശത്തുനിന്ന് ആൾക്കാർ അതിൻ്റെ 1/4 പോലും കേരളത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയൊക്കെയുള്ള ഫ്ലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളെക്കാൾ 4 ഇരട്ടി ഫ്ലൈറ്റുകളുണ്ട്. 4 ഇരട്ടി ഫ്ലൈറ്റുകൾ മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പലപ്പോഴും ഈ ഹെൽത്ത് സിനറിയോയിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ല. മനുഷ്യർക്ക് പ്രയോജനപ്പെടുക എന്നുള്ളതല്ല ഉദ്ദേശം. ഒരു സെക്ടർ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഏതെങ്കിലും ഒരു കോർപ്പറേറ്റുകൾക്കോ ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ നിയമങ്ങൾ സൃഷ്ടിക്കുക, നമ്മളെ പറഞ്ഞു പറ്റിക്കുക. അതേപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് കേരളം എല്ലാത്തിലും മുന്നിലാന്ന് പറയുക. ഇന്ന് കോവിഡ് നോക്കൂ, കേരളം ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ്, ഇവിടെ എത്ര പേര് മരിച്ചു. അതേപോലെ നമ്മളെക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള തമിഴ്നാടും ആന്ധ്രയും ഒക്കെ നിർത്തി നോക്കൂ. അതേപോലെ നമ്മൾ തിങ്ങിപ്പാർക്കുന്നതുകൊണ്ടാന്ന് പറഞ്ഞു, ബോംബെയിലെ ധാരാവി പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും കേരളത്തിൽ മരിച്ച പെർസെൻറ്റേജ് മരിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് സംഭവം ഉണ്ടായാലും കേരളത്തിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നു. സർവൈലൻസ് കൊണ്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും കാര്യമില്ല. ശരിയായ വൈദ്യശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ എല്ലാ വൈദ്യശാസ്ത്രങ്ങളെയും പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മൾ ഇപ്പോൾ ആയുഷ് സിസ്റ്റം, നമ്മളെല്ലാവരും ആയുഷ് സിസ്റ്റത്തിൽ പെടുന്ന ആൾക്കാരാണ്. ലോകത്തിൽ ഇന്ന് ആയുഷ് സിസ്റ്റത്തിന് ആകെ ഒരു മിനിസ്ട്രി ഉള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. ഇന്ന് നമ്മളാണ് ഈ ആയുഷ് സിസ്റ്റം, ആയുഷിൽ വരുന്ന എല്ലാ സിസ്റ്റത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. പക്ഷേ അത് ലോകത്തിൻ്റെ മുന്നിൽ അതിനെ ഷോക്കേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യിച്ച് ലോകത്തെ മറ്റു പ്രദേശങ്ങളിലേക്ക് അതിന് പ്രചാരം ഉണ്ടാക്കാനോ ഒന്നും ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലെ ആയുർവേദം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഫോറിൻ കൺട്രീസിൽ നിന്ന് ഏതാണ്ട് 5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഹാൻഡുള്ള ഏരിയകൾ കണ്ടെത്തി അത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത് അതിൻ്റെ പ്രയോജനം ലോകത്തിലെല്ലാവർക്കും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതിന് വേണ്ടത് ഇന്ന് ആയുഷിലുള്ള വൈദ്യശാസ്ത്രങ്ങൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ, റിസർച്ച്, പ്രാക്ടീസ്, ഈ 3 കാര്യങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഈ ആയുഷ് വിഭാഗത്തിലുള്ള ഡോക്ടർമാർക്ക് കിട്ടുകയും ചെയ്താൽ ഇത് നമ്മൾക്ക് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഒരു നെക്സ്റ്റ് ഡെക്കേഡ് നമ്മൾക്ക് ആയുഷ് എന്ന് പറയുന്ന എല്ലാ വൈദ്യശാസ്ത്രങ്ങളെയും തലസ്ഥാനം ഇന്ത്യ ആകും, അതുപോലെ തന്നെ കേരളമാകും. ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ എങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി എത്ര പൈസ ബഡ്ജറ്റിൽ വകകൊള്ളിക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ പറയുന്നത് അതിനകത്തും വേറെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണവും ഓരോ വർഷം കഴിയും തോറും കൂടുതൽ മാലിന്യങ്ങൾ ചേർന്നതായിക്കൊണ്ടിരിക്കുക. ഇതിനൊന്നും ഒരു തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്താൽ ആ ചർച്ച അവിടെ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനു വേണ്ടി ഒരു റെമഡിയൽ മെഷർ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ മനുഷ്യാവകാശ ലംഘനം ഒരുപക്ഷെ ഈ ആരോഗ്യരംഗത്ത് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂൾ തൊട്ട് ചെയ്തുകൊള്ളണം. ഇത് അമേരിക്കയിൽ അങ്ങനെയാണ്, ജപ്പാനിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ പലപ്പോഴും ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയുടെ സ്ഥിതി എന്താണെന്നുള്ളത് അവിടെ പോയാൽ അറിയാം. അവിടെ ഒരു 20% ആൾക്കാർ ഇതിലൊന്നും പെടാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇനി മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അമേരിക്കൻ ഗവൺമെന്റ് തന്നെയാണ് പല കാര്യങ്ങൾക്കും തടയിട്ടുകൊണ്ടിരിക്കുന്നത്. ഈവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ തന്നെ ഫണ്ടിങ് നിർത്തിവെച്ചു. കാരണം കോവിഡ് സമയത്ത് അവര് എന്താ ചെയ്തതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഫാർമ കമ്പനീസാണ് ഇന്നിവിടെ എല്ലാം നിൽക്കുന്നത്. ഡോക്ടർമാർക്ക് ഇതിലൊന്നും ഒരു റോളും ഇല്ല. അപ്പോൾ ഫാർമ കമ്പനികളും ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികളും ഈ രംഗം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മുഴുവനായിട്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തടയാനുള്ള ചില തീരുമാനങ്ങൾ ഡോക്ടർമാരുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ചലഞ്ചസിനെ എല്ലാം നേരിടാനുള്ള ഒരു മറ്റൊന്ന് ഇന്റഗ്രേറ്റീവ് സിസ്റ്റം. നമുക്കറിയാം പല അതിവിദഗ്ധന്മാർ, ലോകം അംഗീകരിച്ച വിദഗ്ധന്മാരായ അലോപ്പതി ഡോക്ടർമാരായ ഡോക്ടർ വെല്ലിത്താൻ, ഡോക്ടർ ഹെഗ്ഡെ, ഡോക്ടർ CP മാത്യു, അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും അവരുടെ ജീവിത സായാഹ്നത്തിൽ ഈ ആയുഷ് സിസ്റ്റങ്ങളെ അംഗീകരിക്കാനും അതിലൊക്കെ ചില പുസ്തകങ്ങൾ തന്നെ എഴുതാനും ഒക്കെ തയ്യാറായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. കാരണം എന്തുകൊണ്ട് അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ മുടിയൂടാമന്നനായ ഡോക്ടർ വെല്ലിത്താനെ പോലെയുള്ള ആൾക്കാർ മറ്റ് ആയുഷ് സിസ്റ്റങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായി? അത് അവരുടെ ഒരു വലിയ മനസ്സാണത്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ ശരിയെന്ന് പറയാനുള്ള ആർജവത്വം കാണിച്ച ചില വ്യക്തികളുടെ പേരാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനിയും വളരെയധികം ആൾക്കാരുണ്ട്. നമുക്കറിയാം ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പലപ്പോഴും സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഒരു ക്ലാഷ് വരുന്നത് ഒരു 1-2% ആൾക്കാർക്കേ ഉള്ളൂ ആ രംഗത്തുള്ള. ബാക്കി എല്ലാവരും പൊതുവെ ചിന്തിക്കുന്നത് ആ രീതിയിലൊന്നുമല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന പോലെ സിസ്റ്റം ഏതായിരുന്നാലും രോഗി നന്നായാൽ മതി എന്നുള്ള ഒരു ചിന്ത, അതാണ് നമുക്കിവിടെ ആവശ്യം. ഇവിടെ വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ വൺ ഹെൽത്ത് എന്ന് പറയുന്ന വൺ സിസ്റ്റമായി മാറുകയാണ് പലപ്പോഴും. അതാണ് കുഴപ്പം. ഈ വൺ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവായിട്ട് ഈ ലോകത്തിൽ പല രാജ്യങ്ങളിലും പല പല വൈദ്യശാസ്ത്രങ്ങളുണ്ട്. ആ വൈദ്യശാസ്ത്രങ്ങളിലെ നല്ലത് ഏറ്റെടുക്കാനും അത് പ്രയോജനമുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകൾ തയ്യാറാകണം എന്നുള്ളതും കൂടി ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. 10 മിനിറ്റാണ് എനിക്ക് അലവ് ചെയ്ത്, അത് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ എവരിബഡി. ഓക്കെ സാർ, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരും തമ്മിലുള്ള ഒരു യോജിപ്പാണ് പ്രധാനം. കാരണം എല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും എല്ലാ മനുഷ്യർക്കും സ്വന്തം ആരോഗ്യം, എന്ത് പറഞ്ഞാലും നീ എൻ്റെ അതല്ല വാവയെന്ന് പറഞ്ഞ പോലെ തടിയല്ല, ആരോഗ്യം അവനവൻ്റെ തന്നെയാണ്. അത് സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അതിന് മിനിമം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നമുക്ക് മുസ്തഫ സാറിലേക്ക് പോവാം. മുസ്തഫ സാറേ, ഈ രംഗത്തൊരു അതികായനാണ്. മുസ്തഫ സാറേ, വെറ്റിനറി രംഗത്തെ അതികായന മുസ്തഫ സാറിന് ക്ഷണിക്കുകയാണ്. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ സാറേ, അൺമ്യൂട്ട് ചെയ്യും. ഹലോ, കേൾക്കാം സാർ, കേൾക്കാം. നല്ല ഒരു ചർച്ചയായിരുന്നു ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം വൺ ഹെൽത്ത് എന്ന കൺസെപ്റ്റില് നമ്മൾ ഹ്യൂമൻസ് ബീയിങ്സിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, എൻവയോൺമെന്റും അതിൽ എനിമൽസും ബേർഡ്സും ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻസിനുള്ള അതേ റൈറ്റ് ബേർഡ്സിനും അതർ ലിവിങ് ബീയിങ്സിനൊക്കെ ഉണ്ട്. അത് സംസാരിക്കുന്നില്ല എന്നാണുള്ളൂ. എങ്കിലും അതിന് ഏറ്റവും ഫലപ്രദമായ സിസ്റ്റത്തിലൂടെ അതിൻ്റെ അസുഖങ്ങൾക്ക് സൗഖ്യം കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു അവകാശം എനിമൽസിനും ഉണ്ട്, ബേർഡ്സിനും ഉണ്ട്, ചെടികൾക്കും ഉണ്ട്. എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഇതുപോലെ അതിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതിയിലൂടെ സൗഖ്യം കിട്ടുവാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞങ്ങളെ പോലെയുള്ള വെറ്റിനറിയൻസ് വിശ്വസിക്കുന്നത്. അതിലൂടെയാണ് ഞങ്ങളിങ്ങനെ ഹോളിസ്റ്റിക് ഒരു അപ്രോച്ച് എന്നുള്ള നിലക്ക് ഹോമിയോപ്പതിയും ഏറ്റെടുത്തത്. ഹോമിയോപ്പതിയിലൂടെ നമുക്ക് അതിൻ്റെ ശാരീരികവും മാനസികവും ഒക്കെ ആയ ഒരു കേസുകളെ സമഗ്രമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട്, പ്രിവെൻഷനും പറ്റുന്നുണ്ട്. അത് വളരെയധികം
ഉപയോഗപ്രദമായ ഒരു സിസ്റ്റമാണ് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാ സിസ്റ്റവും യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദവും വേദനാരഹിതവുമായ ഒരു ചികിത്സയിലൂടെ മിണ്ടാപ്രാണികളെ ചികിത്സിക്കുക എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ഡോക്ടർമാരുടെ ഒരു ആഗ്രഹം. അത് ഇന്റഗ്രേഷൻ ഓഫ് ദി ഡിഫറെന്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് വളരെ നല്ല കാലത്തിന്റെ ആവശ്യമാണ്. അതിലേക്ക് കൂടുതൽ ഡോക്ടർമാർ ഇറങ്ങണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഓക്കെ സാർ. അപ്പോൾ നമ്മളെല്ലാവരും ഓൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ IFPH മലയാള സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ മണ്ണ് സംരക്ഷണത്തെ കുറിച്ച് പരിപാടി വെച്ചിട്ടുണ്ട്, മരങ്ങളെക്കുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ ഹെൽത്ത്, വാട്ട് ഈസ് ഹെൽത്ത്, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, കുറേ ഡയമെൻഷൻ ഉണ്ട്. ഈ എല്ലാ ഡയമെൻഷൻസിലൂടെ കടന്നു പോകുന്ന പ്രോഗ്രാംസ് IFPH മലയാള സെക്ഷനിൽ ഉണ്ടെന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹരികുമാർ ഡോക്ടർ ഉണ്ടോ? ഹരികുമാർ ഡോക്ടറെ? ഹലോ. എല്ലാ വൈദ്യശാഖയിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു അപൂർവ വ്യക്തിയാണ് ഹരികുമാർ ഡോക്ടർ. ഡോക്ടറെ എന്താ? ഹലോ, കേൾക്കാവോ? കേൾക്കാം ഡോക്ടറെ, പിന്നെന്ത് കേൾക്കാം. ഞാൻ കേൾക്കുമായിരുന്നു. പഞ്ചാബ് സാറിന്റെ ഉദ്ഘാടനം ഞാൻ കേട്ടു. സാർ ഇരുന്ന പോസ്റ്റിലാണ് ഞാനും ഇരുന്നത് കുറച്ചു നാളും. കമ്മീഷണറായിട്ട് സാറ് ഡിസബിലിറ്റി കമ്മീഷണറായിരുന്നു, ഞാനായിരുന്നു അതിന് മുമ്പത്തെ ഡിസബിലിറ്റി കമ്മീഷണർ. അതുപോലെ തന്നെയാണ് ദുർഗാദാസ് എന്റെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു മോനെ പോലെയാണ്. ദുർഗപ്രസാദ് ഞാൻ ഇപ്പോഴാ കാണുന്നത് 20 വർഷത്തിന് ശേഷം. അപ്പോഴവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കാലത്തുണ്ടായ ഏറ്റവും വലിയ ആരോഗ്യ രംഗത്തുണ്ടായ ഒരു വിപ്ലവം എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റത്തിലും ആയുർവേദം പണ്ട് മുതലേ പറഞ്ഞിരുന്ന നമ്മളുടെ ആഹാര ക്രമങ്ങളാണ് അസുഖത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുക. അതാണ് ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ആരോഗ്യ വിപ്ലവം. ആഹാരമാണ് പ്രധാന കാരണം എന്ന് വന്നത്. അത് ആയുർവേദത്തിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ ടോട്ടൽ ആയുർവേദ, ഹോമിയോ അല്ലെങ്കിൽ ആയുഷിന്റെ മൊത്തമായിട്ടും അലോപ്പതി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ആയുഷ് സിസ്റ്റത്തിലാണ്. അതാർക്കും മനസ്സിലായിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്നത് ഈ 3 അല്ലെങ്കിൽ ആയുർവേദ സിസ്റ്റത്തിലാണ് നമ്പർ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മള് പറയുന്നു കേരളം ആരോഗ്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. എന്ത് മുൻപന്തിയിലാണ്? ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ജനത കാണത്തില്ല. 40-45 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാരും രോഗികളാണ്. എല്ലാം എന്ന് പറയുന്നില്ല, ഒരു 90% ആൾക്കാരും ഒരു രോഗം അല്ലെങ്കിൽ ഒരു രോഗാതുരതയോട് കൂടി ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിൽ. അതാരും കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഈ പൊതുവെ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ, നേരത്തെ ഡോക്ടർ ജോസ് ഐസക് പറഞ്ഞ പോലെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പാർട്ടിലാണ്. വാട്ട് യു ആർ ഗോയിങ് ടു ഗീവ് ഫോർ ദ പേഷ്യന്റ്, നത്തിങ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ. പിന്നെ ഡോക്ടർ ജോസ് ഐസക് പറഞ്ഞ ഒരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിക്കും, ഇൻഷുറൻസ് മേഖലയാണ് ഇന്ന് ആരോഗ്യരംഗം ഇത്രയും കോസ്റ്റ്ലി ആക്കി മാറ്റാനുണ്ടായ ഒരു കാരണം. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മളെ മാസം ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ 30,000 രൂപയോ 40,000 രൂപ അയച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷത്തെ കവറേജ് നമുക്ക് കിട്ടുന്നു പറയും. വിദഗ്ധമായിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്താണെന്നറിയോ? ഈ 25 ലക്ഷം രൂപ ഒരു 4-5 വർഷം നമ്മൾ ഫിക്സഡ് ഇടുവാണെങ്കിൽ നമുക്കൊരു 10 വർഷം കഴിയുമ്പോൾ 15 ലക്ഷത്തിന്റെ കവറേജ് ആണ് കിട്ടുന്നത്. 10 ലക്ഷമല്ല, 15 ലക്ഷത്തിന്റെ കവറേജ് കിട്ടും. നമ്മൾ ഈ അടച്ചുപോയ രൂപ മുഴുക്കെ നമ്മളെ തന്നെ ഇരിക്കുകയാണ്. മറ്റത് ഈ ഓരോ വർഷം കഴിയും തോറും ഇവർ കൊണ്ടുപോവാണ്. നമുക്ക് ഇല്ല, അടുത്ത വർഷം നമ്മൾ ഈ 40 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം അടയ്ക്കുകയാണ്. ആ ഒരു മണ്ടത്തരം നമ്മളെല്ലാം ഫോളോ ചെയ്യുക. പക്ഷെ ആദ്യം എല്ലാ വർഷവും ഈ 25 അല്ലെങ്കിൽ 30 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും അതിനിടയിൽ അസുഖം വരാതിരിക്കാനുള്ളത് ഒരു പ്രിക്കോഷനാണ്. ആ രണ്ടും നമ്മൾ തരണം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 വർഷം കഴിയുമ്പോൾ ഈ ഇൻഷുറൻസ് തരുന്ന 10 ലക്ഷം രൂപ കവറേജിന് പകരം നമുക്ക് 15 ലക്ഷം രൂപ കവറേജ് കിട്ടുവാണ്. നമുക്ക് മറ്റവർക്കാണെങ്കിൽ നമ്മൾ അവരെ പിറകെ നടക്കുകയും വേണം. അതിൽ തന്നെ കട്ടിങ്ങും എല്ലാം ഉണ്ട്.
പക്ഷെ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്, ഏറ്റവും വലിയൊരു ഒരു പ്രശ്നമാണ് ഇവര് കോസ്റ്റ്ലി ആക്കുന്നതിന് പുറമെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മള് എന്താ പറയാ, ഈ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യോഗ പോലുള്ള, ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് ഒരു രോഗി വന്നിട്ട് പറഞ്ഞ കാര്യം, അത് 2 മിനിറ്റ് കൂടെ എടുത്ത് ഞാൻ മതിയാക്കുകയാണ്. ഒരു രോഗി വന്നിട്ട് പറഞ്ഞു, അത് ഞങ്ങളെ പ്രൊഫസറുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്നുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റ്, ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു പേഷ്യന്റാണ്, BP ഉള്ള ഒരു പേഷ്യന്റാണ്. സാറേ അവിടെ സാറ് കണ്ടറിനെ ചോദിച്ചു, നീ എന്താണ് ഇപ്പൊ കുറെ നാളായല്ലോ കണ്ടിട്ടുന്നത്? ഇപ്പോഴത്തെ ഞാൻ സാറേ ഇച്ചിരി യോഗയൊക്കെ ചെയ്യുകയാണ്, ഇപ്പൊ കൺട്രോൾഡ് ആയെന്നാണ് അവർ പറയുന്നത്, എന്നാലും സാറിനെ കാണാൻ വന്നതാണ്. എടാ, അത് യോഗ എന്ന് പറയുന്ന സ്വാമിമാർക്ക് ചെയ്യാനുള്ളതാണെന്നാണ് സാർ അന്ന് ഏതാണ്ട് ഒരു 40 വർഷം മുമ്പ് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നിട്ട് പുള്ളി BP എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ പേഷ്യന്റിന് വളരെ നോർമൽ BP ആണ്. അപ്പോൾ സാറിന് പറയാണ്, നീ യോഗയല്ലോ ചെയ്യും, പക്ഷെ ഞാൻ ഒരു മരുന്ന് കുറിച്ച് തരാം. അങ്ങനെയാണ് അന്നത്തെ യോഗയെക്കുറിച്ചുള്ള ഈ ഡോക്ടർമാരുടെ കൺസെപ്റ്റ് ആയിരുന്നു. അതേസമയം ഇന്ന് എല്ലാവരും പറയുകയാണ് യോഗ ചെയ്യുക, യോഗ. അത് മാത്രമല്ല, അവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇന്ത്യൻ ബുക്സിൽ ഒന്നും യോഗ ജനറൽ മാനേജ്മെന്റിൽ വളരെയായിട്ട് കാണുന്നില്ല. നിങ്ങൾ ഫോറിൻ ബുക്സ് എടുത്ത് നോക്കൂ, എല്ലാത്തിലും ജനറൽ മാനേജ്മെന്റ് ഓഫ് ദ ഡിസീസിൽ വളരെ വിശദമായിട്ട് യോഗയെ കുറിച്ച് പറയുന്നു. നമ്മൾ ഇന്നും അംഗീകരിക്കുന്നില്ല. ഇവിടെ കാണുന്നത് എന്താണെന്നറിയോ, നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാം സായിപ്പ് പറയണം. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ എന്താണ്, ജപ്പാനിൽ എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും. ഇന്ത്യയിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല ഡോക്ടർ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും ഞാൻ മതിയാക്കാണ്. എനിക്കൊരു അവസരം തന്നാൽ ഡോക്ടർ മനോജിനും IFPHനും നന്ദി. നമസ്കാരം. ഇപ്പൊ പൊതുവെ പറഞ്ഞ അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണ് മരിക്കുന്നു, അല്ലെ? വിളക്കിന്റെ മുമ്പേ വന്നിരിക്കുന്ന ഈയാൻ പാറ്റകൾ വിളക്കിലേക്ക് ആകർഷിക്കപ്പെട്ടു മരിക്കുന്നു. അതാണ് ഒരു പരിധിവരെ മെഡിക്കൽ രംഗം എന്ന് പറയേണ്ടി വരും. പരിപാടി അവസാനിപ്പിക്കുന്ന സമയമായി. നന്ദി പറയാൻ ഷെയർ ഡോക്ടർ ക്ഷണിക്കുന്നു. ഡോക്ടറെ മ്യൂട്ട് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ലോകാരോഗ്യ ദിനമാണെന്ന്. എല്ലാവർക്കും ആരോഗ്യമായി എല്ലാവരും ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. ഇന്ന് ലോകാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ശ്രീ പഞ്ചാബകേശൻ സാറാണ്. അദ്ദേഹം ജില്ലാ ജഡ്ജിയായിരുന്നു, കൂടാതെ KSEBയിലെ പ്രിൻസിപ്പൽ ലീഗൽ അഡ്വൈസർ കൂടിയാണ്. അദ്ദേഹമാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന്റെ നമുക്കറിയാലോ തിരക്കൊക്കെ. ഈ തിരക്കെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും നമ്മുടെ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത പഞ്ചാബകേശൻ സാറിനെ IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ വിവിധ ശാസ്ത്രശാഖകൾ, നമ്മുടെ ചികിത്സാ ശാഖകളിൽ നിന്നും ചർച്ചയ്ക്കായി എത്തിയിട്ടുള്ള ഡോക്ടർമാരാണ്. അതാദ്യമായി ദുർഗാ പ്രസാദ് ഡോക്ടറാണ്. ഡോക്ടർ ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും അതുപോലെ തന്നെ ചീഫ് മെഡിക്കൽ ഓഫീസർ കൂടിയായ ദുർഗാ പ്രസാദ് ഡോക്ടർക്ക് IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായി ചർച്ചയിൽ പങ്കെടുക്കുവാനായി എത്തിയത് ഡോക്ടർ സോനിഷ് പ്രഭാകരനാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹം എല്ലാ സിസ്റ്റവും ഒരു ഇന്റഗ്രേഷനെ കുറിച്ചാണ് അദ്ദേഹവും പറഞ്ഞത്. അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ ജോസ് ഐസക് സാറാണ്. സാർ എല്ലാ ദിവസവും നമ്മളോടൊപ്പം എത്തുന്ന സാറാണ്. സാറ് ഇന്ന് ഈ സമകാലീനമായ കാര്യങ്ങൾ, ആരോഗ്യരംഗത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാർ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മോടൊപ്പം എത്തിയത് മുസ്തഫ ഡോക്ടറാണ്. ഡോക്ടർ ഇതുപോലെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും എല്ലാം എടുത്തിട്ടുള്ള ആളാണ്. ഹോമിയോപ്പതി ചികിത്സ മൃഗങ്ങളിലും പക്ഷികളിലും പക്ഷിമൃഗാദികളിലൊക്കെ എത്തിക്കുന്ന ഡോക്ടറാണ്. അദ്ദേഹം ഹോമിയോപ്പതിയും എല്ലാം സംയോജിപ്പിച്ച് ചികിത്സ നടത്തുന്ന ഡോക്ടറാണ്. ഡോക്ടറും ഈ ഒരു ഇന്റഗ്രേഷനെ കുറിച്ച് ഊന്നി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ ഹരികുമാർ ഡോക്ടറാണ്. ഹരികുമാർ ഡോക്ടർ എല്ലാത്തിലും
ആധികാരികമായി പറയുന്ന ഇൻഷുറൻസ് മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഇന്ന് നടക്കേണ്ടുന്ന മാറ്റങ്ങളും എല്ലാം വിശദമായി സംസാരിച്ച ഹരികുമാർ ഡോക്ടർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഇവിടെ സ്വാഗതം ആശംസിക്കാനെത്തിയ ഹോമിയോപ്പതി സ്നേഹി കൂടിയായ ശ്രീ ഷാലുരാജനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം നമുക്ക് കാണുവാനും എന്നും ഈ മെഡിക്കൽ വിഷയങ്ങൾ കേട്ട് നമുക്ക് തലവേദന എടുക്കാതെ പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാനും ഉന്നത തലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാനും പരിചയപ്പെടാനും അവരുടെ വാക്കുകൾ കേൾക്കുവാനും ഒക്കെ ഇടയാക്കുന്ന ഡോക്ടർ മനോജിനെയും IFPHന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ലോകാരോഗ്യ ദിനത്തിൽ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസ്യ യുക്തസ്വപ്നവബോധസ്യ യോഗോ ഭവതുഃഖ. യുക്തമായ ആഹാര വിഹാരങ്ങളോടുകൂടി ഇത് നമുക്ക് പരിപാലിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നാളെ ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.